കാണാനുണ്ടോ? ഹലോ? Yes. കാണാണ്ട്. ഓക്കെ. Shall I start? Hello? Yes. Okay. Good morning, everyone. Presentation on the topic film adaptation. Film adaptation is a vast topic, so we are trying to analyze this topic briefly through this presentation. These slides are prepared by I and Savithri. We worked together to prepare this presentation. We are trying to describe various aspects of film adaptations from different genres. Now, let me invite Savithri to start with the presentation. Savithri? Yes. So today we are going to discuss about film adaptation. We are all familiar with the concept of adaptation, and we have done an assignment on this topic. So let's start. What is film adaptation? കേൾക്കാനുണ്ടോ? Hello? Yes. Yes. Okay. What is film adaptation? A pre-existing work, often literary or theatrical, that has been made into a film. മുന്നേ ചെയ്ത ഒരു വർക്ക് അത് ഫിലിം അഡാപ്റ്റേഷൻ കുറേ കൂടി വൈഡ് ആവാം. എന്ന് വെച്ചാൽ എന്തിൽ നിന്നും ഫിലിമിലേക്ക് അഡാപ്റ്റ് ചെയ്യാം. അത് ഇങ്ങനെ ലിറ്ററേച്ചർ ആവണമെന്നില്ല. ഫിലിമിൽ നിന്ന് തന്നെ ഫിലിമൊക്കെ അഡാപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ എന്തിൽ നിന്നും ഒരു കലാരൂപം ഉണ്ടാവാം ശരിക്കും. അതിപ്പോ ഒരു ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. More commercial properties such as musical theatre, best-selling fiction and non-fiction, comic books and so on are also regularly adapted for the cinema. ഇവിടെ മ്യൂസിക്കൽ തിയേറ്റർ എന്ന് പറഞ്ഞൊരു എന്താണ് മ്യൂസിക്കൽ തിയേറ്റർ എന്ന് ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ചിരിക്കാം. അത് മ്യൂസിക്കൽ തിയേറ്ററും അതൊരു വിഭാഗമാണ് തിയേറ്ററിന്റെ. മ്യൂസിക്കൽ സംഗീത നാടകവേദി എന്നാണ് വേണമെങ്കിൽ അതിനെ മലയാളമാക്കാം. സംഗീത നാടകവേദി അത് ഇന്ത്യയിലും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ വളരെ വിപുലമായിട്ട് കളിക്കുന്നില്ല സംഗീത നാടകങ്ങൾ. പക്ഷെ പുറത്ത് അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ ഇപ്പോഴും ബ്രോഡ്വേ മ്യൂസിക്കൽസ് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഇപ്പോഴും കളിക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനത്തെ നാടകങ്ങൾ അരങ്ങേറുന്നുണ്ട്. അപ്പൊ മ്യൂസിക്കൽ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡയലോഗുകൾ ഒക്കെ പാട്ടുകളായിരിക്കും. പാട്ടുകൾ പോലെ ഈണത്തിൽ പറയുന്ന ഗായക സംഘങ്ങൾ ഒരു നാടകത്തിന്റെ ഭാഗമായിട്ടുള്ള അതിനെയാണ് മ്യൂസിക്കൽ തിയേറ്റർ എന്ന് പറയുക. ഇന്ത്യയിൽ തന്നെ വളരെ വിപുലമായിട്ട് സംഗീത നാടകങ്ങൾ കളിച്ചിരുന്നു ഒരു കാലത്ത്. ഒരു ഭാഗവതർ വന്ന് കാലുകൊണ്ടൊക്കെ ഹാർമോണിയം വായിച്ച് പാട്ടുപാടി അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ്. പുരാണ കഥകളായിരുന്നു ഇന്ത്യയിൽ മെയിനായിട്ട് ചെയ്തിരുന്നത് മ്യൂസിക്കൽ തിയേറ്ററിൽ. അതുപോലെ തന്നെ ആശാന്റെ കരുണയെ ആസ്പദമാക്കിയിട്ട് ബ്രഹ്മവ്രതം എന്ന് പറഞ്ഞ ഒരാള് കരുണ എന്ന് പറഞ്ഞൊരു സംഗീത നാടകം ചെയ്തിരുന്നു ഓച്ചിറ വേലിക്കുട്ടിയൊക്കെ വെച്ച്. അത് ഇന്ത്യയിലും പുറത്തുമൊക്കെ വളരെ വിപുലമായി കളിച്ചൊരു സംഗീത നാടകമാണ്. പിന്നെ ബ്രോഡ്വേ മ്യൂസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവര് നാടകങ്ങൾ സംഗീത നാടകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അവസാനം ഇറക്കിയ ഹാമിൽട്ടൺ, അമേരിക്കയുടെ ഫൗണ്ടിങ് ഫാദറിനെ കുറിച്ച് ഇറക്കിയ ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ നാടകമൊക്കെ ഉൾപ്പെടെയുള്ള നാടകങ്ങൾ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. In adaptations of well-known literary and theatrical texts were common in the silent era and have been a staple of virtually all national cinemas through the 20th and 21st centuries. Bram Stoker's Dracula and Arthur Conan Doyle's Sherlock Holmes novels have been adapted in a range of national contexts, but probably the most adapted author is Shakespeare, whose plays have appeared in films form as a big-budget Hollywood musical, a historical epic set in feudal Japan, a Bollywood musical, a children's animation, The Lion King, to name but a few. ഇപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ ഡ്രാക്കുളയും അല്ലെങ്കിൽ ഷെർലക് ഹോംസ് പോലുള്ള നോവല് പല പല ഭാഷകളിലുള്ള സിനിമകളിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഓഥർ എന്ന് പറയുന്നത് ഷേക്സ്പിയർ ആണ്. എനിക്ക് തോന്നുന്ന എല്ലാ ഭാഷകളിലെ സിനിമകളിലേക്കും ഷേക്സ്പിയറിന്റെ കൃതികൾ അഡാപ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ ഇതിന്റെ ഒരു ഹോളിവുഡ് മ്യൂസിക്കൽ വെസ്റ്റ് സൈഡ് സ്റ്റോറി എന്ന് പറഞ്ഞ വളരെ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ
അതുപോലെ തന്നെ അക്കിറ കുറുസോവിന്റെ ത്രോൺ ഓഫ് ബ്ലഡ്, വേറൊരു സിനിമയും കൂടി ഉണ്ട് റാൻ എന്ന് പറഞ്ഞിട്ട്, കിങ് ലിയറിനെ ആസ്പദമാക്കിയിട്ട്. പിന്നെ ബോളിവുഡ് ഹിന്ദി അങ്കൂർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അതുപോലെ തന്നെ ലയൺ കിങ്, എല്ലാവർക്കും ലയൺ കിങ് പരിചയം ഉണ്ടായിരിക്കും. ഒരു അനിമേറ്റഡ് മൂവിയാണ് ലയൺ കിങ്. അത് ഹാംലെറ്റിന്റെ അഡാപ്റ്റേഷൻ ആണ്. അങ്ങനെ പല പല റേഞ്ചിലേക്ക്, പല പല ഭാഷകളിലേക്ക് ഷേക്സ്പിയർ കൃതികൾ അഡാപ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. It is claimed that adaptation account for up to 50% of all Hollywood films and are consistently rated amongst the highest grossing at the box office, as aptly demonstrated by the commercial success of adaptations of the novels of J.R.R. Tolkien and J.K. Rowling. അപ്പോൾ ഇപ്പൊ ഹാരി പോട്ടറും ലോർഡ് ഓഫ് ദ റിങ്സും വളരെ ബോക്സ് ഓഫീസിൽ വിജയം കൈവരിച്ച രണ്ട് സിനിമകൾ അല്ലെങ്കിൽ സിനിമകളാണ് രണ്ടും. ഹാരി പോട്ടറും ഫ്രാഞ്ചൈസ് ആണ് ലോർഡ് ഓഫ് ദ റിങ്സും. അപ്പം ഇവിടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഹാരി പോട്ടർ ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ നോവൽ വളരെ ബെസ്റ്റ് സെല്ലിംഗ് നോവലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മൂവിക്ക് ഒരു ആ കൃതിന്റെ ഒരു ബാക്കപ്പ് ഉണ്ട്. കാരണം ഇത് ഈ പുസ്തകം വായിച്ച് അതിൽ ആവേശം കൊണ്ട് കാണാൻ വരുന്ന, അപ്പൊ ഈ ലിറ്റററി അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെ അഡാപ്റ്റേഷൻസിന് ആ ഗുണം കൂടി ഉണ്ട്. ഇതൊരു പ്രീ എക്സിസ്റ്റിംഗ് വർക്കായതുകൊണ്ട് തന്നെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നില്ലെങ്കിലും അങ്ങനെ ഒരു നമുക്കതിനെ കുറിച്ച്, സബ്ജക്റ്റിനെ കുറിച്ച് എന്താണ് മൂവിയിൽ ഉണ്ടാവാൻ പോകുന്നത് അല്ലെങ്കിൽ ചെറിയൊരു കോണ്ടെക്സ്റ്റ് അതിനെ കുറിച്ച് കിട്ടും. അക്ഷയ. Yes. Let me talk about novel adaptations next. നമുക്കറിയാം നോവൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നോവലിനെ സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. A common form of film adaptation is the use of a novel as the basis of a feature film. There are a lot of films in different languages that are adapted from novels. ഡിഫറെന്റ് ലാംഗ്വേജസിലുള്ള ഡിഫറെന്റ് നോവൽസിൽ നിന്ന് കുറെ സിനിമകൾ അഡാപ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം നോവൽസ് എന്ന് പറയുമ്പോൾ ഒരു നാടകം പോലെ ഒരു സ്ക്രീൻ പ്ലേ ആയിട്ടല്ല. അപ്പോ അതിനെ തിരക്കഥയാക്കുമ്പോഴുള്ള ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്നാലും കുറെ സിനിമകള് നോവൽസിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം പറയുന്നത് മലയാളം ലാംഗ്വേജിലെ നോവൽസിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഫിലിമിനെ കുറിച്ചിട്ടാണ്. ചെമ്മീൻ. ചെമ്മീൻ is released in 1965. This movie is based on the famous novel Chemmin by Thagazhi Sivasankar Pillai. It is directed by the famous director we all know, Ramu Kariyat. ഇപ്പോൾ ചെമ്മീൻ എന്ന് പറയുന്നത് കറുത്തമ്മയുടെയും പരീക്കുട്ടിയുടെയും ലവ് സ്റ്റോറിയാണ്, നമുക്കറിയാം. അടുത്ത സിനിമ ഓടയിൽ നിന്ന് എന്നുള്ളത് പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവലിൽ നിന്നുള്ളതാണ്. നെക്സ്റ്റ് സ്ലൈഡ്. യക്ഷി നമുക്കറിയാം, മലയാറ്റൂർ രാമകൃഷ്ണന്റെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു നോവലാണ് യക്ഷി. അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള സത്യൻ അഭിനയിച്ച സിനിമയാണ് യക്ഷി. മതിലുകൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മമ്മൂട്ടിയുടെ മതിലുകൾ ബഷീറിന്റെയും നാരായണിയുടെയും കഥയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്നുള്ള നോവലിൽ നിന്ന് എടുത്തതാണ് ആ സിനിമ. പിന്നെ ബാല്യകാല സഖി, അതും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവലിൽ നിന്ന് എടുത്തതാണ് മജീദിന്റെയും സുഹറയുടെയും കഥ. അപ്പോൾ ഇവയൊക്കെ നോവൽസിൽ നിന്ന് ഡയറക്ട്ലി അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ആ നോവലിന്റെ കഥയിൽ തന്നെ ഒരു മാറ്റവുമില്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളാണ് ഇവ. ഇനി നമ്മൾ പറയുന്നത് ഹിന്ദി ഫിലിംസിനെ കുറിച്ചിട്ടാണ്. Guide is released in 1965. It is based on the novel The Guide by R.K. Narayan. R.K. നാരായണന്റെ ദ ഗൈഡ് എന്ന നോവൽ വെച്ചിട്ടുള്ള സിനിമയാണ് ഗൈഡ്. രണ്ടാമത്തെ ദേവദാസ് ഒരു ഫേമസ്
മൂവിയാണ് ഷാരൂഖ് ഖാന്റെ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നോവൽ ദേവദാസ് ബൈ ശരത് ചന്ദ്ര ചതോപാധ്യായ്. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ബൈ ദ ഫേമസ് ഡയറക്ടർ സഞ്ജയ് ലീല ഭൻസാലി. പിന്നെ അതിന്റെ കൂടെ പറയാനുള്ളത് എന്താ വെച്ചാല് ദേവ് എന്ന് പറയുന്ന 2009 ഇറങ്ങിയിട്ടുള്ള സിനിമ ദേവദാസ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഫിലിമാണ്. പിന്നെ പരിനീത എന്ന് പറഞ്ഞിട്ട് ശരത് ചന്ദ്ര ചതോപാധ്യായുടെ തന്നെ നോവലിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള 3 3 ഇഡിയറ്റ്സ്, കായ് പോച്ചെ, 2 സ്റ്റേറ്റ്സ് എന്നിവ ചേതൻ ഭഗത്തിന്റെ നോവൽസിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളവയാണ്. നമുക്കറിയാം ഇവയൊക്കെ 3 വളരെ ജനപ്രിയമായിരുന്നു. 3 ഇഡിയറ്റ്സ് ഒക്കെ വളരെ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരുന്നു. നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ബംഗാളി ഭാഷയിലേക്കാണ് നമ്മൾ പോകുന്നത്. പഥേർ പാഞ്ചലി നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള പഥേർ പാഞ്ചലി. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ നോവൽ പഥേർ പാഞ്ചലി റിട്ടൺ ബൈ വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ്. ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് സത്യജിത്ത് റായ് ആണ്. അപ്പോൾ സത്യജിത്ത് റായുടെ ഫിലിംസ് ആണ് നമ്മളിവിടെ ബംഗാളി പോർഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പഥേർ പാഞ്ചലി എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ക്ലാസിക് ആയിട്ടുള്ളൊരു ബംഗാളി ഫിലിമാണ്. ഇനി അപരാജിതോ എന്ന സിനിമയും വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായുടെ അപരാജിതോ എന്നുള്ള നോവലിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതും സത്യജിത്ത് റായുടെ തന്നെയാണ്. അപുർ സെൻസാറും വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായുടെ തന്നെ അപരാജിതോയിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളവയാണ്. അപ്പൊ ഈ 3 these 3 films are trilogy of the life of അപ്പു. നമുക്കറിയാം പഥേർ പാഞ്ചലിയിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ദുർഗയും അപ്പുവുമാണ്. അപ്പോൾ അപ്പുവിന്റെ വളർച്ചാ ഘട്ടങ്ങളിലൂടെ പോകുന്ന 3 സിനിമകളാണ് ഈ പഥേർ പാഞ്ചലി, അപരാജിതോ, അപുർ സെൻസാർ എന്നിവ. ചാരുലത എന്നുള്ളത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ നസ്തറിൻ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അശ്വനി സങ്കേത് എന്ന് പറയുന്നത് വിഭൂതിഭൂഷന്റെ നോവലിൽ നിന്നുള്ളത് എടുത്തിട്ടുള്ളതാണ്. ഖരേ ബായിരെ വീടിനകത്തും പുറത്തും എന്നുള്ള അർത്ഥം വരുന്നതാണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഖരേ ബായിരെ എന്നുള്ളതിന് എടുത്തിട്ടുള്ള സിനിമയാണ് ഇത്. ഇവയൊക്കെ സത്യജിത്ത് റായ് ഡയറക്റ്റ് ചെയ്തതാണ്. അപ്പൊ നമുക്കറിയാം നല്ല ക്ലാസിക് ഫിലിംസ് ആയിരിക്കും ഇവയൊക്കെ. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വരികയാണെങ്കിൽ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് നമുക്കറിയാം ചാൾസ് ഡിക്കൻസിന്റെ വളരെ എമിനന്റ് ആയിട്ടുള്ളൊരു നോവലാണ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്. അതിനെ ബേസ് ചെയ്തിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് 1946 ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് എന്ന് പറഞ്ഞിട്ട്. ടു കിൽ എ മോക്കിംഗ് ബേർഡ്, ഹാർപ്പർ ലീയുടെ ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്ന നോവലിൽ നിന്ന് ചെയ്തിട്ടുള്ളൊരു സിനിമ ഉണ്ട്. നമുക്കറിയാം ഡ്രാക്കുള ഇസ് എൻ അമേരിക്കൻ ഗോഥിക് ഹൊറർ നോവൽ. അതിൽ നിന്ന് എടുത്തിട്ടുള്ള സിനിമയാണ് ബ്രാം സ്റ്റോക്കറിന്റെ നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള സിനിമയാണ് ഡ്രാക്കുള 1992. അപ്പൊ കുറെ ഫിലിംസ് ഡ്രാക്കുളനെ കുറിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. 1992 ഇതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ സാവിത്രി പറഞ്ഞതുപോലെ ദ ലോർഡ് ഓഫ് ദ റിങ്സ് ഫിലിം സീരീസിനെ കുറിച്ച് പറഞ്ഞു. അത് JRR ടോക്കിന്റെ നോവലായിട്ടുള്ള ദ ലോർഡ് ഓഫ് ദ റിങ്സ് എന്നുള്ളതിന് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ 3 ഫിലിംസ് ഈ സീരീസിൽ വന്നിട്ടുണ്ട്. അവയൊക്കെ വളരെ ബോക്സ് ഓഫീസിൽ വളരെ ഹിറ്റായിരുന്നു.
നമുക്കറിയാം നമുക്കൊരു പുതിയ ഒരു വേൾഡ് ഓഫ് മാജിക് തുറന്നു തന്ന ഒരു സിനിമയാണ് ഹാരി പോട്ടർ സീരീസ്. ഇതിലും കുറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. 2002 മുതൽ 2011 വരെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം JK റൗളിങ്ങിന്റെ ഹാരി പോട്ടർ എന്നുള്ള നോവൽ സീരീസിൽ നിന്നാണ് ഈ സിനിമകളൊക്കെ എടുത്തിട്ടുള്ളത്. ഇനി ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ, ഇതും ഫേമസ് ആണ്. ദ ക്രോണിക്കിൾസ് ഓഫ് നാർണിയ സീരീസ്, ഇത് C.S. ലൂയിസിന്റെ ദ ലയൺ, ദ വിച്ച് ആൻഡ് ദ വാർഡ്രോബ് എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ദ കൈറ്റ് റണ്ണർ, ഇത് ഖാലിദ് ഹുസൈനിയുടെ ദ കൈറ്റ് റണ്ണർ എന്ന യുദ്ധത്തിന്റെ ആ ഒരു പരിണിത ഫലങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ആ ഒരു നോവലാണ്, ഹോണ്ട് ചെയ്യുന്ന നോവലാണ്. അതിൽ നിന്നൊരു സിനിമ ഉണ്ടാക്കിയിട്ടുണ്ട്, ദ കൈറ്റ് റണ്ണർ, വിച്ച് റിലീസ്ഡ് ഇൻ 2007. ഇനി ഷെർലക് ഹോംസ് സീരീസ്, അത് ആർതർ കോനൻ ഡോയിലിന്റെ ഷെർലക് ഹോംസ് എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. ഒരു ഡിറ്റക്റ്റീവിന്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ ഈ നോവൽസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളവയാണ്. ഇനി ഞാൻ പറയുന്നത് നോവൽസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളത്, അതായത് ഡയറക്ട്ലി കഥ എടുത്തിട്ടില്ല, ഇൻസ്പയർഡ് ആയിട്ടുള്ളവയാണ് ഞാൻ പറയുന്നത്. യങ് ഫ്രാങ്കൻസ്റ്റൈൻ, it is inspired from the novel Frankenstein by Mary Shelley. ECA is inspired from The Scarlet Letter by Nathaniel Hawthorne. ഇവ നോവൽസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങൾ നമുക്ക് ബുക്കിൽ നിന്നും ഫിലിമിൽ നിന്നും കാണാൻ കഴിയും. തിയേറ്റർ അഡാപ്റ്റേഷൻ will be taken by Savithri. ഇത് തിയേറ്ററിക്കൽ അഡാപ്റ്റേഷനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. Theatrical works have been finding their way onto the silver screen since virtually the beginning of the film medium, and a number have made a significant contribution to the history of motion picture. തിയേറ്ററിക്കൽ അഡാപ്റ്റേഷൻ സിനിമ ഉണ്ടായ കാലം മുതൽ, അല്ലെങ്കിൽ സിനിമ ഉണ്ടാവാൻ തുടങ്ങിയ കാലം മുതൽ തിയേറ്ററിക്കൽ അഡാപ്റ്റേഷൻ, തിയേറ്ററിൽ നിന്ന് നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് നാടകത്തിനെ ബേസ് ചെയ്ത് സിനിമ ചെയ്യുന്നത് സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. There are adaptations in which the source text is carried across almost verbatim into the new medium. Secondly, where the material has been altered for the adaptation but essentially remains loyal to the original source. And thirdly, where the material is changed extensively for the new medium. ഇത് ഇപ്പൊ അഡാപ്റ്റേഷനെ കുറിച്ച് പലരും അഡാപ്റ്റേഷനെ കാറ്റഗറൈസ് ചെയ്ത് 3 വിഭാഗമാക്കി. നോവലിന്റെ അതേപോലെ അല്ലെങ്കിൽ ആ ലിറ്റററി വർക്കിന്റെ അതേപോലെ ചെയ്യുന്ന ഒരു ഫിലിം, അതിന്ന് മെറ്റീരിയൽ ഒറിജിനൽ സോഴ്സിന് നീതി പുലർത്തുമെങ്കിലും കുറച്ചുകൂടി വ്യത്യാസത്തിൽ ചെയ്യുന്ന സിനിമകൾ, പിന്നെ മെറ്റീരിയലെ ചേഞ്ച് ചെയ്ത് ഉണ്ടാവുന്ന സിനിമകൾ എന്നുള്ള തരത്തിൽ 3, അങ്ങനെ പലവിധ ഇതേ 3 ആശയത്തിൽ തന്നെ പലരും പല വിധത്തിൽ ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അഡാപ്റ്റേഷനെ. അപ്പൊ അതൊന്ന് വെറുതെ ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞു എന്നുള്ളൂ. The key components of stage plays and screenplays are fundamentally the same. A story brought to life by actors. ഇത് രണ്ട് കലകളുടെ പ്രധാന രണ്ട് കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥയെ കഥാപാത്രത്തിലൂടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടിന്റെയും ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം. അത് തന്നെയാണ് നാടകമായാലും സിനിമയായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നാടകങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റ് അഡാപ്റ്റേഷന് ഏറ്റവും നല്ലത് നാടകമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചിലരോട് സംസാരിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ നാടകത്തിന്റെ അഡാപ്റ്റേഷൻ നോവലിന്റെ അഡാപ്റ്റേഷനേക്കാൾ കൂടുതലായിരുന്നു എന്ന്, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിലെങ്കിലും വളരെ കൂടുതലായിരുന്നു എന്ന് പറയുന്നത്. കാരണം അത് നാടകത്തിന്റെ സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ ആക്കാൻ ബുദ്ധിമുട്ട് കുറവാണ് നോവലിന് അതിനേക്കാൾ കൂടുതൽ. കാരണം എങ്ങനെ ചെയ്യണം, എവിടെ നിൽക്കണം, അങ്ങനെ ആക്ടേഴ്സിനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ, ആക്ടേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻ
ഒരു തിയേറ്ററിന്റെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് സിനിമ ഉണ്ടാക്കാൻ ആദ്യകാലങ്ങളിൽ വേറെ കോൺസെപ്റ്റ് ഒന്നും കിട്ടാതിരുന്ന സമയത്ത് ഈ സ്ക്രിപ്റ്റുകൾ എടുത്ത് സിനിമകൾ ചെയ്തിരുന്നു എന്ന് ഒരാൾ പറഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ ഇത് ശരിയായിരിക്കാം. ഈ കേരളത്തിലെ നാടകങ്ങൾ തന്നെ ഇപ്പോൾ KPCCയുടെ പല നാടകങ്ങളും അതേപോലെ തന്നെ സിനിമകളാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. പിന്നെ ഈ കാണുന്ന ഫോട്ടോസ് രണ്ടും മാ റെയിനീസ് ബ്ലാക്ക് ബോട്ടം എന്ന് പറഞ്ഞ ഒരു നാടകത്തിന്റെയും അതേ പേരിൽ ഇറക്കിയ സിനിമയുടെയാണ്. ഇത് സിനിമ ഇപ്പോൾ അടുത്തിറങ്ങിയ സിനിമയാണ്. ഇപ്പോൾ മരിച്ചുപോയ ചാഡ്വിക് ബോസ്മാന്റെ അവസാനത്തെ സിനിമയായിരുന്നു. അപ്പോൾ ഇതിൽ കാണാം ഈ നാടകത്തിന്റെ അതേപോലെയാണ് സിനിമയിൽ അഡാപ്റ്റ് ചെയ്തത്. ഈ നാടകത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ സിനിമയിൽ തന്നെ പല ഭാഗങ്ങളിലും മോണോലോഗുകൾ കാണാം. ക്യാമറ ഒരു ക്യാരക്ടറെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു 5 മിനിറ്റോളം എടുക്കുന്ന മോണോലോഗുകൾ ഈ സിനിമയിൽ കാണാം. അത് അതേ നാടകത്തിന്റെ അതേ സ്റ്റൈലിൽ സിനിമ എടുത്തിരിക്കുന്നതാണ്. ഇനി കാണുന്നത് ലെസ് മിസറബിൾസ്, വിക്ടർ ഹ്യൂഗോന്റെ ലെസ് മിസറബിൾ അതേ പേരിൽ നോവലിൽ അഡാപ്റ്റ് ചെയ്ത നാടകവും അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ തിയേറ്ററും അതിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത ഒരു സിനിമയാണിത്. ഇതിൽ ഇടതുവശത്ത് കാണുന്നത് ആ സിനിമയും വലതുവശത്ത് കാണുന്ന നാടകമാണ്. വളരെ ഒരേപോലെയാണ്, രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. പിന്നെ അതേ പാട്ടുകളാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലെസ് മിസറബിൾ ഇസ് 2012 epic period musical film directed by Tom Hopper. The film is based on the 1985 West and English translation of the 1918 French musical by Bobil, which itself is adapted from the 1862 French novel of the same name by Victor Hugo. ഇത് രണ്ടും ഡയറക്റ്റ് അഡാപ്റ്റേഷൻസ് ആണ്. ഇനി ഷേക്സ്പിയറിന്റെ വർക്ക് എന്നുള്ള അഡാപ്റ്റേഷൻസ്, അതാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ഷേക്സ്പിയറിന്റെ വർക്കാണ് അഡാപ്റ്റ് ചെയ്യുന്നത്. Shakespeare has influenced many films that continue to tell his stories in a more modern way. His writings has reached across cultures, and people all over the world have found meaning in his writings. And the adaptations are truly limitless. ഇനി ഫസ്റ്റ് പറയാൻ പോകുന്ന ഫിലിം കുറസോവയുടെ റാൻ ആണ്. ത്രോൺ ഓഫ് ബ്ലഡ് നമുക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ അത് പറയുന്നില്ല. റാൻ എന്ന് പറഞ്ഞാൽ 1985 റിലീസായ ഒരു ജപ്പാനീസ് ഫിലിമാണ്. കുറസോവ ഡയറക്റ്റ് ചെയ്ത. ഇത് കിങ് ലിയറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കുറസോവ റിമൂവ്സ് കിങ് ലിയർ ഫ്രം ദ UK's imagination and places him in a feudal Japan. He included some Japanese legends. What emerges is one of the best Shakespeare adaptation to emerge from Asia. ഇപ്പോൾ ഫ്യൂഡൽ ജപ്പാനിൽ കിങ് ലിയറിനെ കൊണ്ടുവയ്ക്കുകയും അതിൽ ജപ്പാന്റെ തന്നെ പല മിത്തുകളും അതിന്റെ ലെജൻഡുകളും ഉൾക്കൊള്ളിക്കുകയും ചെയ്ത ഒരു ക്ലാസിക്കാണ് റാൻ. വളരെ ഭയങ്കര വിഷ്വൽ ഭംഗിയും അല്ലെങ്കിൽ ഭയങ്കര സ്ട്രൈക്കിംഗ് വിഷ്വൽസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ് റാൻ. ഇനി മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീം ഷേക്സ്പിയർ കോമഡിയാണ്. മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീമിൽ നാടകത്തിലും ഏകദേശം ഇതേപോലെ തന്നെയാണ് കോസ്റ്റ്യൂമും സെറ്റിംഗ് ഒക്കെ, പക്ഷെ ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളൂ. ദിസ് ഈസ് എൻ അഡാപ്റ്റേഷൻ ദാറ്റ് ഇസ് മോർ മോഡേൺ ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് സെറ്റ് ഇൻ എ മോർ മോഡേൺ എറ ബട്ട് നോട്ട് ദ പ്രസന്റ് ഡേ. ഇനി ഇന്ത്യൻ അഡാപ്റ്റേഷൻസിലേക്ക് വരികയാണ്. അതിൽ വിശാൽ ഭരദ്വാജിന്റെ ഷേക്സ്പിയർ ട്രിലോജി ഉണ്ട്. ഓംകാര, അതുപോലെ തന്നെ വേറൊരു പടവും, പിന്നെ ഹൈദറും. ഹൈദർ എന്ന് പറഞ്ഞാൽ ഷാഹിദ് കപൂറിന്റെ പടമാണ്, ബേസ്ഡ് ഓൺ ഹാംലെറ്റ്. വിശാൽ ഭരദ്വാജ് മൂവി was unafraid to show politics, especially given that it dealt with an issue as complex and sensitive as Kashmir. ഇത് കാശ്മീരിലേക്ക് ഹാംലെറ്റിനെ കൊണ്ടുവെക്കുന്ന അങ്ങനെ വളരെ എന്താ പറയാ വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് ഹാംലെറ്റ് സ്ക്രിപ്റ്റിനെ കൊണ്ടുവയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. And true to its original source, the movie also had Kapoor's reciting soliloquies. ഷാഹിദ് കപൂർ പല സോളിലോക്കിയും പറയുന്നുണ്ട് ഈ ഹൈദർ എന്ന് പറഞ്ഞ സിനിമയിൽ. ഇനി നമുക്കെല്ലാം പരിചയമുള്ള മലയാളത്തിലെ 2 അഡാപ്റ്റേഷൻസ് ആണ്, കളിയാട്ടും ജോജിയും. കളിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഥല്ലോനെ ബേസ് ചെയ്തിട്ടാണ്. സുരേഷ് ഗോപിക്കൊക്കെ നാഷണൽ അവാർഡ് കിട്ടിയ. അത് ഡയറക്ടർ ജയരാജ് സെറ്റ് ഹിസ് സ്റ്റോറി ഓഫ് ലവ് ആൻഡ് ഹെയ്റ്റ് അഗെയിൻസ്റ്റ് ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് ദ ഫോക്ക് ആർട്സ് ആൻഡ് ആർട്ടിസ്റ്റസ്. അപ്പോൾ ഇതൊരു ഫോക്ക് കോൺസെപ്റ്റിലേക്ക്, കേരളത്തിലെ വളരെ റൂറലായ ഒരു തെയ്യത്തിന്റെ അല്ലെങ്കിൽ തെയ്യം കലാകാരന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രദേശത്ത് ഒഥല്ലോനെ സെറ്റ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇനി ജോജി, ഇത് മാക്ബത്തിനെ ബേസ് ചെയ്തിട്ടാണ്. മാക്ബത്തിനെ മാത്രമല്ല, അത് KG ജോർജിന്റെ ഇരകൾ എന്ന് പറഞ്ഞ ഒരു വർക്കിനെയും കൂടി
ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഒരു മാക്ബത്തിന്റെ അതേ ഒരേ എന്താ പറയാ ബേസ് അല്ലെങ്കിൽ കൂടി അത് മാക്ബത്തിന്റെ കാണുമ്പോൾ നമുക്ക് അത് എന്തോ ഒരു ഫീല് കിട്ടുന്ന ഒരു സാധനമാണ് ജോജിയിലും ഉള്ളത്. അപ്പൊ വൈഡ് വെറൈറ്റി പല പല സാഹചര്യങ്ങളിലേക്ക് ഷേക്സ്പിയർ വർക്ക് ജപ്പാനിലേക്ക് ഒരു ഫ്യൂഡൽ സൊസൈറ്റിയിലേക്കും അതുപോലെ വളരെ റൂറൽ ആയിട്ടുള്ള കേരളത്തിലേക്കും ഒക്കെ ഷേക്സ്പിയർ അഡാപ്റ്റേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പോഴും പ്രോമിനന്റ് ആയി നിലനിൽക്കുന്ന സബ്ജക്റ്റുകളാണെന്നുള്ളതാണ് ഒരു കാര്യം. ഇനി തിയേറ്ററിൽ നിന്ന് ഫിലിമിക്ക് എടുത്തിട്ടുണ്ട്, അതുപോലെ തിരിച്ചും എടുത്തിട്ടുണ്ട്. അതിന് ചെറിയൊരു എക്സാമ്പിൾ തരുന്നേ ഉള്ളൂ. ഈ ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗരി എന്ന് പറഞ്ഞ 1920 ക്ലാസിക് ആണ് ആ സിനിമ, ജർമ്മനാണ്. അത് തന്നെ നാടകമാക്കിയിട്ടുണ്ട്. അത് ഈ 2012 മറ്റോ ദീപൻ ശിവരാമൻ എന്ന് പറയുന്ന മലയാളിയാണ്, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഡയറക്ടറാണ്. അതേ പേരിലുള്ള നാടകം ചെയ്തിട്ടുണ്ട്, കുറെ പൈസയൊക്കെ എടുത്തിട്ട്. അപ്പോൾ അത് അംബേദ്കർ യൂണിവേഴ്സിറ്റിയാണ്, ഡൽഹിയിലത്തെ അവിടുത്തെ സ്റ്റുഡൻസ് ആണ് ചെയ്തത്. അപ്പൊ ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും ഏകദേശം ഒരേപോലെയാണ്. അതേ സിനിമയിൽ തന്നെ, അത് ഈ നാടകത്തിൽ തന്നെ സിനിമയുടെ പല മാധ്യമങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും അത് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നുള്ളൂ. അക്ഷയ. Yes. Adaptations have become. Feature films today are based Hello. on all kinds of. Hello. പറഞ്ഞു. Feature films today are based on all kinds of intellectual property, including games, comic books, literature. അപ്പോൾ അഡാപ്റ്റേഷൻസ് ഈ ഫിലിംസ് നമുക്കറിയാം ലിറ്ററേച്ചറിൽ നിന്ന് പുറത്ത് കടന്ന് വീഡിയോ ഗെയിംസ്, കോമിക് ബുക്സ് അങ്ങനെ പുതിയ മേഖലകളും തേടിക്കൊണ്ടിരിക്കുകയാണ്. ലിറ്ററേച്ചർ പറയുമ്പോൾ നമുക്കറിയാം ആണ് ഒരു ടെക്സ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ വീഡിയോ ഗെയിംസും കോമിക് ബുക്സും ഒക്കെ അങ്ങനെ പുതിയ ഫീൽഡിലേക്ക് അഡാപ്റ്റേഷൻ കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ്. Some of the greatest movies of all originated as short stories, such as The Birds, Brokeback Mountain, and Memento. ഷോർട്ട് സ്റ്റോറീസിൽ നിന്ന് കുറെ ഫിലിംസ് അഡാപ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം മെമെൻറ്റോ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ഫിലിമാണ്. അത് ഓർമ്മ നഷ്ടപ്പെട്ട ഒരു നായകനാണ് അതില് ഒരു റിവെഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷോർട്ട് മെമ്മറി ഉള്ള അയാള് ശരീരത്തില് ടാറ്റൂസ് ഇങ്ങനെ ടാറ്റൂസ് കുത്തിവെക്കുകയാണ്. അപ്പോൾ ഇത് ഗജനി എന്നുള്ള സിനിമയുടെയും ഒരു സാമ്യമുള്ളതായിട്ട് നമുക്ക് തോന്നും. മലയാളം ഷോർട്ട് സ്റ്റോറീസിൽ നിന്ന് ഫിലിംസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. ഭാർഗവി നിലയം, ഇറ്റ് ഈസ് റിലീസ്ഡ് ഇൻ 1954. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഷോർട്ട് സ്റ്റോറി നീല വെളിച്ചം ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ മലയാളത്തിലെ ഒരു ആദ്യകാല ഹൊറർ ഫിലിമാണ് ഭാർഗവി നിലയം. അപ്പോൾ നീല വെളിച്ചം എന്നുള്ള ഒരു ചെറുകഥയിൽ നിന്നാണ് ഈ സിനിമ രൂപപ്പെട്ടത്. വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേയും തിരക്കഥയും എഴുതിയിട്ടുള്ളത്. ഇനി തന്മാത്ര എന്നത് പത്മരാജന്റെ ഓർമ്മ എന്നുള്ള കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അൽഷിമേഴ്സ് വരുന്ന ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരു നായകന്റെ കഥയാണ് അത്. പ്രതി പൂവൻകോഴി, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഷോർട്ട് സ്റ്റോറി സങ്കടം റിട്ടൺ ബൈ ഉണ്ണി ആർ. അതൊരു റിവെഞ്ചിന്റെ ഒരു കഥയാണ് അത് പറയുന്നത്. ഇനി ആണും പെണ്ണും എന്ന് പറയുന്നത് ഒരു ആന്തോളജി ഓഫ് ഫിലിംസ് ആണ്. ഇറ്റ് ഈസ് കംപ്രൈസ്ഡ് ഓഫ് ദി ഷോർട്ട് ഫിലിംസ് സാവിത്രി, രാച്ചിയമ്മ ആൻഡ് റാണി. സാവിത്രി എന്ന്
കഥേനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. രാച്ചിയമ്മ എന്ന് പറയുന്നത് നമുക്കറിയാം ഉറൂബിന്റെ കഥ എന്നുള്ളതാണ്. റാണി എന്നത് ഉണ്ണി ആറിന്റെ പെണ്ണും ചെറുക്കനും എന്നുള്ള കഥേനെ ബേസ് ചെയ്തിട്ടാണ്. ഇതൊരു റീസെന്റ് മൂവിയാണ് ആണും പെണ്ണും എന്നുള്ളത്. ഇനി ലൂട്ടറ എന്നത് ഒരു ഹിന്ദി ഫിലിമാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ദ ലാസ്റ്റ് ലീഫ് ബൈ ഒ ഹെൻറി. അതായത് ഹോപ്പിന്റെ ഒരു എലമെന്റ് ആണ് അവിടെ പറയുന്നത്. ഓൾ അബൌട്ട് ഈവ് എന്ന് പറയുന്നത് ഒരു ഹോളിവുഡ് ഫിലിമാണ്. ബേസ്ഡ് ഓൺ ദ സ്റ്റോറി ദ വിസ്ഡം ഓഫ് ഈവ് ബൈ മേരി ഓർ. ഇനി ഷോർട്ട് സ്റ്റോറീസ് മാത്രമല്ല, ഫെയറി ടെയിൽസിൽ നിന്നും ഫിലിംസ് ഉണ്ടായിട്ടുണ്ട്. ഫെയറി ടെയിൽസ് എന്ന് പറയുമ്പോൾ എ ഫെയറി ടെയിൽ ഈസ് എൻ ഇൻസ്റ്റൻസ് ഓഫ് യൂറോപ്യൻ ഫോക്ലോർ ജോണർ ദാറ്റ് ടേക്സ് ദ ഫോം ഓഫ് എ ഷോർട്ട് സ്റ്റോറി. ഫെയറി ടെയിൽ എന്ന് പറയുന്നത് ഒരു സ്റ്റോറിയാണ്, പക്ഷെ അതൊരു റിട്ടൺ ഫോമിലല്ല, ഓറൽ ഫോമിലാണ് അത് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അത് യൂറോപ്യൻ ഫോക്ലോറിന്റെ ഒരു ഭാഗമാണ് ഫെയറി ടെയിൽ എന്ന് പറഞ്ഞാൽ. ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഒരു ഫോം തന്നെയാണ് അത് സ്വീകരിക്കുന്നത്. ഫെയറി ടെയിൽസ് നിന്ന് ഫിലിംസിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് സിൻഡ്രല്ല in 2015. It is a lavish live action version of the classic fairy tale. സിൻഡ്രല്ല എന്ന ഫെയറി ടെയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ സ്നോ വൈറ്റ് ആൻഡ് സെവൻ ഡ്വാർഫ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതും ഫിലിമായിട്ട് വന്നിട്ടുണ്ട്. അറേബ്യൻ നൈറ്റ്സ്, അലാദീൻ, ബോത്ത് ബേസ്ഡ് ഓൺ 1001 നൈറ്റ്സ്. അപ്പൊ 1001 രാവുകൾ എന്ന് പറയുന്ന ആ ഒരു നാടോടി കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഷെഹറസാദ് പറഞ്ഞിട്ടുള്ള കഥകളാണ്. അപ്പോൾ ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അറേബ്യൻ നൈറ്റ്സും അലാദീൻ എന്ന് പറയുന്ന ഫിലിം. ഇനി പറയാൻ പോകുന്നത് കോമിക് ബുക്സ് നിന്ന് എടുത്ത കോമിക് ബുക്ക് അഡാപ്റ്റേഷൻസ് ആണ്. അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അഡാപ്റ്റേഷൻ ആണ്. കോമിക് ബുക്ക് bound collection of comic strips, usually in chronological sequence, typically telling a single story or a series of different stories. എന്താണ് കോമിക് ബുക്ക് എന്ന് പറയുന്നത്? സാധാരണ ചിത്രകഥ പോലെ ആണ്. ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് എന്താണ് അതിന്റെ ഉള്ളിൽ എനിക്കറിയില്ല. The films that are adapted from comic books were box office successes. There are films that are adaptations of English language comic, and those films whose characters originated in comic books. അപ്പൊ ഈ കോമിക് ബുക്കിന്റെ അതേ കഥ ആസ്പദമാക്കി എടുക്കുന്ന സിനിമകളുണ്ട്. കോമിക് ബുക്കിന്റെ ക്യാരക്ടേഴ്സിനെ മാത്രം എടുത്ത് പുതിയ കഥ എടുത്ത് ചെയ്യുന്ന ഫിലിംസും ഉണ്ട്. അതിലൊന്ന് സ്പൈഡർമാൻ, സ്റ്റാൻലിന്റെ സ്പൈഡർമാൻ എന്ന് പറഞ്ഞ കോമിക് ബുക്ക് തന്നെ എടുത്ത സ്പൈഡർമാൻ മൂവീസ്. അത് കുറെ പടങ്ങളുണ്ട്, കുറെ കാലങ്ങളിൽ വന്ന ട്രയോളജികളുണ്ട്. സൂപ്പർമാൻ, അമേരിക്കൻ കോമിക് ബുക്കിന്റെ സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സൂപ്പർ ഹീറോ ആണ് സൂപ്പർമാൻ. പിന്നെ വണ്ടർ വുമൻ, അത് DC കോമിക് ആണ്. വണ്ടർ വുമൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ എടുത്ത് ചെയ്തതാണ്. ഇനി ബാറ്റ്മാൻ എന്ന് പറഞ്ഞ അമേരിക്കൻ കോമിക് ബുക്കിന്റെ തന്നെ, ബാറ്റ്മാൻ്റെ തന്നെ ഡിഫറെന്റ് അഡാപ്റ്റേഷൻസ് ഉണ്ട്, പല കാലങ്ങളിൽ വന്ന അഡാപ്റ്റേഷൻ. പിന്നെ അതിന്റെ ബാറ്റ്മാനിൽ തന്നെ ജോക്കർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ മാത്രം എടുത്ത് ചെയ്യുന്ന, ഇപ്പൊ പുതിയ വന്ന വാക്കിൻ ഫിനിക്സിനെ വെച്ച് വന്ന ജോക്കർ എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ ആ ക്യാരക്ടറെ മാത്രം എടുത്ത് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. ഇനി ഇതിൽ മിക്കവാറും ഇപ്പൊ ഈ അവഞ്ചേഴ്സിന്റെ വരുന്ന സൂപ്പർ ഹീറോന്റെ കുറെ സൂപ്പർ ഹീറോനെ എടുത്ത് ചെയ്യുന്ന ഒരു തരം സിനിമകൾ അവഞ്ചേഴ്സും, അങ്ങനത്തെ 4 അവഞ്ചേഴ്സ് മൂവീസും, അതുപോലെ തന്നെ ജസ്റ്റിസ് ലീഗ് പോലത്തെ പടങ്ങൾ. ഇതൊക്കെ ഇത് കോമിക് ബുക്കിന്റെ കഥയെ ബേസ് ചെയ്തിട്ടല്ല, ആ കോമിക് ബുക്കിൽ നിന്ന് ഇറങ്ങിയ ക്യാരക്ടേഴ്സിനെ എടുത്തുകൊണ്ട് പുതിയൊരു കഥ ഉണ്ടാക്കി അത് ചെയ്യുന്നതാണ് കോമിക്. ഇപ്പൊ ഈ അവഞ്ചേഴ്സും അതുപോലെ തന്നെ ജസ്റ്റിസ് ലീഗിന്റെ ഒക്കെ അങ്ങനെയാണ് ക്യാരക്ടർ അഡാപ്റ്റേഷൻ ആണ് ചെയ്യുന്നത്. ഇനി ക്യാരക്ടർ അഡാപ്റ്റേഷൻ പറയുമ്പോൾ തന്നെ ഈ സിനിമകൾ സിനിമയിൽ തന്നെ അഡാപ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇറങ്ങിയ ആഷിക്കി 2 എന്ന് പറഞ്ഞ സിനിമ, അത് ശരിക്കും അത് ആഷിക്കി എന്ന് പറഞ്ഞ ആദ്യത്തെ സിനിമയുടെ ക്യാരക്ടറിനെ അഡാപ്റ്റ് ചെയ്തിട്ട് ഇറങ്ങിയ സിനിമയാണ്. അതുപോലെ തന്നെ ഇപ്പോ സൺസെറ്റ്, ബിഫോർ സൺസെറ്റ്, ആഫ്റ്റർ സൺറൈസ് എന്നൊക്കെ പറഞ്ഞ പടങ്ങൾ, അത് ആദ്യം ഇറങ്ങിയ പടത്തിന്റെ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊണ്ട് ചെയ്യുന്ന പടങ്ങളാണ്. അതുപോലെ തന്നെ സ്റ്റാർ ഈസ് ബോൺ എന്ന് പറയുന്ന പടം മുന്നത്തെ അതേ പേരുള്ള പടത്തിൽ നിന്ന്
അതിലെ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻ പ്ലേന്ന് അഡാപ്റ്റ് ചെയ്ത സിനിമയിൽ തന്നെ അഡാപ്റ്റ് ചെയ്ത സിനിമകളാണത്. അതുപോലെ ടോയ് സ്റ്റോറി എന്ന് പറഞ്ഞ അനിമേറ്റഡ് മൂവി, അതൊക്കെ ഫിലിമിൽ തന്നെ അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടേഴ്സിനെ തന്നെ അഡാപ്റ്റ് ചെയ്ത് വരുന്ന ഫിലിം അഡാപ്റ്റേഷൻസ് ആണ്. ഇനി ഡയറീസ് ആണ്. എന്ത് വർക്കിൽ നിന്നും നമുക്ക് ഏത് കലാരൂപം ഉണ്ടാക്കാം. അതുപോലെ ഡയറി എന്നുള്ള അഡാപ്റ്റേഷൻ, അതിൽ 2 പ്രോമിനന്റ് ആയ ഡയറീസ് ആണ്. ഒന്ന് അൻഫ്രാങ്കിന്റെയും അതുപോലെ ചെഗുവേരയുടെ മോട്ടോർ സൈക്കിൾ ഡയറീസും, രണ്ടും സിനിമയാക്കിയിട്ടുണ്ട്. അൻഫ്രാങ്കിന്റെ എനിക്ക് തോന്നുന്നു പലതരത്തിൽ സിനിമയാക്കിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചെഗുവേരന്റെ രണ്ടും ഏകദേശം ബയോപിക്കിന്റെ പോലെ നിൽക്കുന്നതും പക്ഷെ ഡയറിയിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത സിനിമകളുമാണ്. അക്ഷയ. യെസ്. ഇനി പറയുന്നത് ബയോഗ്രഫിക്കൽ ഫിലിംസിനെ കുറിച്ചിട്ടാണ്. A biographical film or biopic is a film that dramatizes the life of a non-fictional or historically based person or people. ബയോപിക് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിനെ സിനിമയാക്കുക എന്നുള്ളതാണ്. അപ്പോ ഫേമസ് ആയിട്ടുള്ള ഏകദേശം എല്ലാ ആൾക്കാരുടെയും സിനിമ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പറയുന്നത് ഒന്നാമത്തെ ഭാഗ് മിൽക്ക ഭാഗ് എന്നുള്ളത് ഒരു ഒളിമ്പ്യനായിട്ടുള്ള നിർഭാഗ്യം കൊണ്ട് മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പ്യനായിട്ടുള്ള മിൽഖ സിംഗിന്റെ സിനിമയാണ്. മിൽഖ സിംഗിനെ കുറിച്ചിട്ടുള്ള സിനിമയാണ് ഭാഗ് മിൽക്ക ഭാഗ്. ഫർഹാൻ അക്തർ ആണ് അതില് മിൽഖ സിംഗ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇനി ശകുന്തള ദേവി, ഒരു മാത്സ് ജീനിയസ് ആയിട്ടുള്ള ശകുന്തള ദേവി, അവരിനെ കുറിച്ചിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ബോക്സർ, വെൽ ഫേമസ് ബോക്സർ ആയിട്ടുള്ള അലി, മുഹമ്മദ് അലിനെ കുറിച്ചിട്ട് അലി എന്നുള്ള പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആപ്പിളിന്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ള സ്റ്റീവ് ജോബ്സിനെ കുറിച്ചിട്ട് അതേ പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ ഇത് മാത്രല്ല, വേറെ എത്രയോ ബയോപിക്സ് ഓരോ വർഷവും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സൈന നേവാളിനെ കുറിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ധോണിനെ കുറിച്ചിട്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഫോഗട്ട് സഹോദരികളെ കുറിച്ച് പറയുന്ന ദങ്കൽ എന്ന് പറയുന്ന സിനിമ. കൂടുതലും എനിക്ക് തോന്നുന്നു സ്പോർട്സിലാണ് ഈ ഒരു ബയോപിക് കൂടുതൽ വരുന്നതെന്ന്. പിന്നെ സഞ്ജു എന്ന് പറയുന്നത് സഞ്ജയ് ദത്തിന്റെ കഥയാണ് സിനിമയായിട്ട് വന്നത്. പിന്നെ ഗുഞ്ചൻ സക്സേന, എയർഫോഴ്സിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ സ്ത്രീ ആയിട്ടുള്ള ഗുഞ്ചൻ സക്സേനയെ കുറിച്ചിട്ട് സിനിമ വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഏതിൽ നിന്നും ഇപ്പോ ഫിലിം അഡാപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. വീഡിയോ ഗെയിം അഡാപ്റ്റേഷൻസ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ദ ആംഗ്രി ബേർഡ്സ് മൂവിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, നമ്മള് അതിനെക്കുറിച്ച് 2 സിനിമകൾ വന്നിട്ടുണ്ട്, നമ്മൾ രണ്ടും കണ്ടിട്ടുണ്ടാവും. കമ്പ്യൂട്ടർ ആനിമേറ്റഡ് ആക്ഷൻ അഡ്വഞ്ചർ കോമഡി ഫിലിം ബേസ്ഡ് ഓൺ റോവിയോ എന്റർടൈൻമെന്റ്സ് വീഡിയോ ഗെയിം സീരീസ് ആംഗ്രി ബേർഡ്സ്. നമ്മളെല്ലാവരും കളിച്ചിട്ടുണ്ടാവണ, ഒരു കാലത്ത് വളരെ എല്ലാവരും കളിച്ചിട്ടുണ്ടാവുന്ന ഒരു ഗെയിമാണ് റോവിയോ എന്റർടൈൻമെന്റ്സിന്റെ വീഡിയോ ഗെയിം ആയിട്ടുള്ള ആംഗ്രി ബേർഡ്സ്. അതിലത്തെ കഥാപാത്രങ്ങളെ വെച്ചിട്ട് ആ പിക്സിനെയും ഈ ബേർഡ്സിനെയും ഒക്കെ വെച്ചിട്ട് ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ദ ആംഗ്രി ബേർഡ്സ് മൂവി എന്ന് പറയുന്നത്. അപ്പോ ഈ വീഡിയോ ഗെയിമിന് വേണ്ടിയിട്ട് കഥ അവര് സ്വന്തമാക്കിയിട്ട് ഉണ്ടാക്കിയതാവും. പ്ലോട്ടൊക്കെ അതന്നെയാണ്, ക്യാരക്ടേഴ്സ് ഒക്കെ. സാവിത്രി. ഇനി അവസാനമായിട്ട് ചെറിയൊരു ഹിന്റ് തരാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഒറിജിനൽ സ്ക്രീൻ പ്ലേ, എന്താണ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ എന്നുള്ളത്. അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞ ഒരു ഫിലിമിന്റെ സ്ക്രിപ്റ്റ് അത് ഇതുപോലത്തെ ലിറ്ററലി അല്ലെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടായ വർക്കിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത് വന്ന ഇതാണ്. എക്സിസ്റ്റിംഗ് സോഴ്സ് മെറ്റീരിയലിൽ നിന്ന് സോഴ്സ് മെറ്റീരിയലിൽ നിന്ന് ബേസ് ചെയ്തിട്ടുണ്ടായ സ്ക്രീൻ പ്ലേസ് ആണ് അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ. ഇനി ഒറിജിനൽ സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞത് റൈറ്ററിന്റെ ഇമാജിനേഷൻ അല്ലെങ്കിൽ സ്ക്രീൻ റൈറ്റർ ഉണ്ടാക്കിയെടുക്കുന്ന കഥകൾ അല്ലെങ്കിൽ അയാളുടെ ഇമാജിനേഷൻ വെച്ചുണ്ടാവുന്ന പുതിയൊരു കഥേനെ ബേസ് ചെയ്തിട്ടുള്ള സ്ക്രീൻ പ്ലേസ് ആണ്.
ഒറിജിനൽ സ്ക്രീൻ പ്ലേ. ഇത് മിക്കവാറും ഇങ്ങനത്തെ അവാർഡുകളുണ്ട്. ഓസ്കാർ ഒക്കെ, ഞാൻ ഓസ്കാർ വലിയൊരു അവാർഡ് വെച്ചിട്ട് പറഞ്ഞതല്ല, പക്ഷെ ഒറിജിനൽ അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ അങ്ങനെ 2 വിഭാഗം സ്ക്രീൻ പ്ലേക്ക് കൊടുക്കുന്ന അവാർഡുകളുണ്ട്. അപ്പോൾ ഇതാണ് അഡാപ്റ്റേഷനെ കുറിച്ച് പറയാനുള്ളത്. നന്ദി. Okay, thank you. I think it was a really extensive study on the diversity of adaptation. As both the presenters said, I congratulate both presenters for your effort. And I would also like to share the presentation with your classmates. So I think what Savithri has presented is the updated presentation, which is not sent to me, but you send it to me after some time so that I can share it with others. And I will also share the recorded session with your classmates. And now I request the participants to interact, or if you have any comments or doubts or any queries, please add on to the presentation. Maybe you can take 2 or 3 minutes to decide whether to talk or not, to respond or not. One thing you have to remember, I will try to add some comments, and after that you may respond. One thing that is to be noticed in the case of adaptation is that it always comes to the field of, or it always has an inclination to the popular media, right? Or the popular audience. So it's not it's not the movie Arachar that is getting adapted. Instead, it is some other, maybe a less popular one, right? Or a work that is not critically evaluated by the entire field of criticism or the critiques. മനസ്സിലായില്ലേ? So that is also telling us that it's always on the side of or why you select or why you adapt. എന്തുകൊണ്ട് അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളത് ചോദ്യത്തിന് ഉത്തരം many answers are possible. One is that you can't find out a new story for a movie. So what you do is you take from a popular story. Okay. And the popularity or adaptation can also be studied in financial terms, where if a work is really popular and if that work can be translated or adapted into a movie, then its popularity can be transformed into an economic benefit or a financial benefit, because people are really interested in the story. The character is really popular, so let us make a movie. Let us be a part of the common people, to the layman audience, so that they can also come and watch the movie, and that will generate some income, right? So that is also another possibility. But there are purely literary reasons as well, like the presenters said, the most adapted, or when you come to the field of adaptation, the first or the most dominant name that would come to your mind as students of literature is William Shakespeare. So we have the Japanese adaptation. So if you consider the Asian continent, we have a Japanese adaptation coming there. Or in the case of Asia, we have India coming there. In various parts of India, Shakespeare is adapted. In our part, that is in our part of India, in Kerala, we have Kaliyatam and many other versions. And the recent one, Joji, which, as the directors claim, is also a kind of a Shakespearean adaptation, or Shakespeare's play has also made some influence on this. Okay. And another layer of growth or another layer of development is that in early days we used to say, or we used to acknowledge that we are actually adapting the Shakespearean thing. But in recent times it has changed. People would say, this is only an influence. What we have created is something new. You just look at the interviews that came after the production, after the release of Joji movie. The directors and the makers, actors of the movie, they had given plenty of interviews to online platforms, and the dominant thing they would say is that
ഇതൊരു ഷേക്സ്പിയറിൻ അഡാപ്റ്റേഷൻ അല്ല, പക്ഷെ ഷേക്സ്പിയർ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അഡാപ്റ്റേഷൻ ഇൻ ദാറ്റ് സെൻസ്, ഇറ്റ് ക്യാൻ, that element of സ്വാധീനം is there. So just a story can influence you to work, to make another story. So in that sense also you can take adaptation. You have plenty of characters in Hamlet. Play, two characters are there, Rosencrantz and Guildenstern. Okay, Rosencrantz and Guildenstern. So a work of criticism which came after that was titled Rosencrantz and Guildenstern are dead. Just a moment, let me check whether it was a critical work or not. Rosencrantz and Guildenstern are dead. So so I think that is also a movie. Okay, so just a moment, I'll share the link in the comment box. Yes, it's by Tom Stoppard. Yes. So Rosencrantz and it's an absurdist, existentialist, and tragic comedy, and that is also a theater production. So just wait a moment, students. Let me share in the comment box. So Rosencrantz, you can fetch it from the chat box. So Rosencrantz and Guildenstern are characters from a Shakespearean play. Okay, so adaptation in that sense is giving you energy, or it's driving you forward, or in any act of creation you can see an element of a very small pinch of adaptation coming. And I think the presentation by Savithri and Akshaya will also be beneficial when you look at adaptation as an independent discipline, and also as students of literature, this will definitely help you. They have started from Shakespearean adaptation to recent ones like how video games are also, or characters in video games, or animated movies become a fuel for adaptation. And as Savitri said, a pre-existing work is adapted, or it's moved from its existing circumstances and placed in a new circumstances, and a new work is created. That is what adaptation is all about. And I think once again I thank the presenters for your effort. And one thing is, you could have included the reference portion as a last page, so that your friends can also look at the sources from which you collected data. I think with that, with those comments, I would like to wind up my comments. Maybe in the coming days, as our discussions progress, I'll try to add more to the topic. Now it's your turn. You can respond, and after that, after the response from the student side, I think Manhas can wind up the session. Yes, over to you. Hello. എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്റ്റോറീസിൽ നിന്ന് അല്ലെങ്കിൽ നോവൽസിൽ നിന്നൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ട് മൂവി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ചും സംഭവിച്ചൂടെ? അങ്ങനത്തെ വർക്കുകളൊക്കെ ഉണ്ടോ? Presenters can respond, Akshay and Savitri. What Harita is trying to ask is, you said literary work as the source and movie as the target genre. And she is asking whether a reversal is also possible.
ഇതില് തിയേറ്ററിന്റെ ഒരു ഫിലിമിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത ഒരു നാടകത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഫിലിമിൽ നിന്ന് അഡാപ്റ്റ് ചെയ്ത നോവലിനെ കുറിച്ച് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഷോർട്ട് സ്റ്റോറികൾ ഉണ്ടായിട്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ മറ്റേ ഇപ്പൊ TV സീരീസ് പോലുള്ള അല്ലെങ്കിൽ സിനിമ ഉൾക്കൊണ്ട് വീഡിയോ ഗെയിംസ് തിരിച്ച് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ മറ്റ് വേറെ ലിറ്റററി വർക്ക്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നാടകങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലയൺ കിങ് ഒക്കെ നാടകം നടക്കും. Exactly. And Harita, thank you for your response. And it was a really interesting question. And don't think that your friends are really, they have done an extensive study on the entire history of adaptation. You can also take part in this research, and you just search and maybe you can add on to the presentation. Like a reverse adaptation is also possible. That is what Harita was trying to ask. And as Savithri responded, she had already mentioned the cabinet of Dr. Caligari as an example, where from the movie a theater was produced. Okay, and similarly, in the case of the recent one, that is the Joker movie, which came in 2019, right? It was in 2019, right? Joaquin Phoenix, he got the Oscar. So that Joker movie, it centers around Joker is a central character there, and this Joker is actually coming from the Batman movie. Okay, so Batman movie is the source text, and Joker is the newly created text. And at the same time, as you have asked, there is high chance for writers to create characters, um, from their own experience, right? Now just imagine you are a writer and you have watched a movie, or you have watched a theater or a drama, and one character was really unique, and you write a story on that character. So that's a reverse adaptation. But at the same time, you can create a new character from the character you saw on the stage. Okay. So I think that is also, I think that's how we can respond to Haridas. Yes. സിനിമയിൽ നിന്ന് ലിറ്ററേച്ചറിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് നേരെ അറിയില്ല ശരിക്കും പറഞ്ഞാല്. Okay, it's okay. It's not a problem. See, no. യെസ് ഐ നോ. പിന്നെ ഈ ഹീറോ പരിവേഷമുള്ള നായികമാരനൊക്കെ കൂട്ടിയിട്ട് വീഡിയോ ഗെയിംസ് ഒക്കെ ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു റിവേഴ്സ് ഇതിൽ മാത്രം എനിക്കറിയാം. അത് പറഞ്ഞേ ഉള്ളൂ. Yes. Harita, is that okay? Yes, sir. Yes. Thank you. And Harita, you can also look at the link I have provided in the comment box. Notice, Harita, all of you. ഈ തിരക്കഥകൾ പബ്ലിഷ് ചെയ്ത് വന്നത് വെച്ചാൽ അതൊരു ഫിലിമിന്റെ ലിറ്റററി സാധനമല്ലേ? Yes, exactly. തിരക്കഥകൾ അവൈലബിൾ ആണ്. തിരക്കഥകൾ നമുക്ക് കിട്ടും. അതൊരു സാഹിത്യകൃതിയാണോ എന്ന് ചോദിച്ചാൽ സ്റ്റിൽ ഇറ്റ്സ് ഡിബേറ്റബിൾ, ബിക്കോസ് ഇറ്റ്സ് എ പ്യൂർലി ടെക്നിക്കൽ തിങ് ഓൺ വൺ സൈഡ്. But as in the presentation you have mentioned this, like when Chemmin, the novel, or when you try to adapt a novel and a drama, the effort also varies. As you said, in a drama, the stage is already set. You have stage descriptions there. നമുക്ക് വലതുവശത്ത് നിന്ന് ആള് കയറി വരുന്നു, ഇടതുവശത്ത് ഇന്നതുണ്ട്, അവിടെ ഭിത്തിയിൽ ക്ലോക്ക് ഇരിക്കുന്നുണ്ട്, ക്ലോക്കിൽ ഇതാണ് സമയം, എല്ലാം നമ്മളോട് പറയും നാടകത്തിൽ, റൈറ്റ്? എന്നാൽ ഒരു നോവലിനകത്ത് അങ്ങനെ ആയിരിക്കില്ല അത് പറയുക. സോ വാട്ട് ഹാപ്പൻസ് ഇസ് when you adapt a novel, a bridge is also coming there, and this bridge is the എന്താ പറയുക, അതിന്റെ പേര് എന്താണ്? അതിന്റെ പേര് നമ്മളിപ്പോ പറഞ്ഞത് എന്തായിരുന്നു സാവിത്രി? തിരക്കഥ. യെസ്, നിങ്ങൾ അതിന്റെ തിരക്കഥ കൂടി, അതായത് നോവലിനെ പിന്നീട് ഒരു തിരക്കഥയാക്കി മാറ്റുകയും തിരക്കഥയെ പിന്നീട് നിങ്ങൾ സിനിമയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നുള്ള അവരിടയ്ക്കുള്ള സ്റ്റെപ്പ് വരുന്നുണ്ട്. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നാടകം അതുപോലെ അങ്ങ് എടുക്കുകയാണെന്നല്ല അർത്ഥം, ബട്ട് ഇൻ എ നാടകം ഇറ്റ്സ് ഓൾറെഡി എക്സിസ്റ്റിംഗ്. സോ വാട്ട് ഇറ്റ്സ് നീഡഡ് ഇസ് a lesser effort compared to the effort you put when you adapt a novel into cinema. Hello, sir. Yes.
Yes, ആ Srikanth. സാർ നേരത്തെ പറഞ്ഞല്ലോ, ഈ സാവിത്രി പറഞ്ഞല്ലോ, എന്താ പറയാ, നമ്മുടെ സ്ക്രീൻ പ്ലേസ് ബുക്കാക്കിയിട്ടുണ്ട് എന്നുള്ള സംഗതി. Yes. അപ്പൊ അതില് എന്താ പറയാ, വേരിയേഷൻസ് വന്നിട്ടുണ്ട്. എഴുതുമ്പോ, അതായത് നോവല് പോലെ ആക്കിയിട്ട് എഴുതിയവരുണ്ട്. ഇപ്പോ 2008 ഇറങ്ങിയ ജയരാജ് സംവിധാനം ചെയ്ത ഗുൽമോഹർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഉണ്ടല്ലോ. Ah, ആ അത് ദീദി ദാമോദരനാണ് എഴുതിയിട്ടുള്ളത്, അതിന്റെ സ്ക്രീൻ പ്ലേ. ടി ദാമോദരന്റെ ഡോട്ടർ. yes. അപ്പോ 2012 അത് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അത് എന്താ പറയാ, സ്ക്രീൻ പ്ലേയിൽ ഉപരി, അത് ഞാൻ ഫുള്ള് വായിച്ചിട്ടില്ല, പക്ഷെ ചില ഭാഗങ്ങളൊക്കെ റെഫർ ചെയ്തപ്പോ അത് സ്ക്രീൻ പ്ലേയിൽ ഉപരി കുറച്ചും കൂടി ഒരു ഫിക്ഷണൽ സ്വഭാവം കാണിക്കുന്ന രീതിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ളവയെ നമുക്കൊരു പ്യുവർ അഡാപ്റ്റേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തൂടെ? അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അതായത് സ്ക്രീൻ Our പ്ലേയില് purpose is not നമുക്ക് to accept adaptation or reject adaptation, but we are just trying to see that this process is there. And of course, this is not the adaptation as a discipline is not something that is over or that is outdated. But there are, but just see that adaptation as a process or how it evolved, because as Srikandan said, and as Savithri mentioned in the presentation, if you look at the history of cinema, so adaptation, why we study adaptation, immediately you will be taken to cinema. You're not talking about literature directly. Instead, you are talking about cinema. And when you look at cinema and the early part of cinema, maybe looking at the silent era of cinema, what happens is all theater was directly translated into the language of cinema. ഓക്കെ, അതായത് ഏറ്റവും പഴയ സിനിമകൾ എന്ന് പറയുന്നത് നാടകങ്ങളെ അതുപോലെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു എന്നുള്ളതാണ്. സോ മേ ബി അവിടം തൊട്ട് നമുക്ക് ഈ പറഞ്ഞ അഡാപ്റ്റേഷൻ്റെതായിട്ടുള്ള ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ബട്ട് ഇൻ റീസെന്റ് ടൈംസ് വി ഹാവ് റൈറ്റേഴ്സ് ലൈക്ക് ദർ ഇസ് എ ബുക്ക് കോൾഡ് ഡെത്ത് ഓഫ് എ ഡിസിപ്ലിൻ. ഐ തിങ്ക് ഇറ്റ് ഇസ് അരുന്ധതി റോയ്. ജസ്റ്റ് എ മിനിറ്റ്. ഡെത്ത് ഓഫ് എ ഡിസിപ്ലിൻ. Sorry, it's not Arundhati Roy. Death of a Discipline is by Gayatri Chakrabarti Spivak. So Spivak is also trying to, she's also, telling us the norms and the status of adaptation, and critically looking at the old discipline of adaptation. I think that book is also really significant in the context of what Srikandan has asked, whether should we say that the text that comes from a movie is also literary in that sense, or shouldn't we give serious attention to a book that comes from a movie, right? അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ അഡാപ്റ്റേഷൻ നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല, മറിച്ച് you just take an objective position. Hope you remember the subjective and objective positions we can take in literature and criticism, or in our approach to art in general. So just look at this adaptation as a discipline and how it is evolved and how it has enriched the whole enterprise of human imagination at large. So that should be our concern, I think. Srikandan. Sir. Yes. എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത് എന്താ വെച്ചാല്, ലിറ്ററേച്ചറിൽ നിന്ന് ഫിലിംസ് അഡാപ്റ്റ് ചെയ്യുമ്പോൾ ആ ലിറ്റററി വർക്കിന്റെ പ്രശസ്തിനെ മുതലെടുത്തുകൊണ്ടാണല്ലോ ഈ ഫിലിംസ് ഇറങ്ങുന്നത്. അപ്പോ ഈ ചില അഡാപ്റ്റേഷൻസ് എങ്കിലും കുറച്ച് അരോചകമായിട്ട് തോന്നുന്നുണ്ട്. അതായത് നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് സിനിമയിൽ കിട്ടുന്നില്ല. Definitely. And that will take us to, I think that could be the point where we can stop this discussion. What Akshaya was trying to say is a concept in adaptation, or a problem in adaptation, known as the fidelity in adaptation. Fidelity in adaptation. എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട്, എത്രത്തോളം ഒറിജിനൽ ആണ് എന്ന ചോദ്യം. So that will also take us to another set of diverse questions. Then Balyakala Sakhi is an example, as you said. Maybe it's an example.
there are plenty of irritating adaptations, as you said. I would also agree with you on that. But still, let us consider the whole concept of fidelity in adaptation as a separate topic in the studies on adaptation. And I request anyone interested to work on fidelity in adaptation. Anyone here? And that person can present in the next class. And I think this is how you can develop or generate some content. Anyone interested to work on fidelity? Okay, then let me call. Let me ask Roshna. Roshna PJ? Hello, Roshna? sir. Roshna, Hello. you work on fidelity in adaptation. Okay, sir. Okay, and I think Harida can also help you. Harida P? Yes, sir. Yes, Harita and Roshna, you work on fidelity in adaptation. Okay. Okay, sir. And maybe in the evening, if you have any doubts or comments, you just call me or text me, and I'll try to develop it. Okay. Okay, And sir. I think with that we shall. Are you okay? Is that comfortable for you, both of you? Yes, sir. Roshna, what about you? Yes, sir. Okay, then you work on it. And Savithri and Akshaya, you share the presentation with me. And I also thank all other students who responded. Manhas, you can wind up the session. Hello, sir. Yes, please wind up the session. Okay, sir. Hi, good morning, all. So today we have started our film adaptation, our drama paper. The first session was prepared by Savithri and Akshaya, and they have made an excellent presentation which gives very diverse ideas about the topic and light upon many ideas, so we can work upon that ideas. So first of all, I thanks to them for this excellent for preparing this excellent slides and explaining it in a nice way. And also I thank to all the participants who participated in the discussion after our session, and I also thanks to those who have participated in this session. Thank you all, and thank you, sir. Yes. So we can So we can stop. We can wind up. Thank you for listening. You may leave.